എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ രോഹിത്തും ബബിതയും കൃഷ്ണയും അലീനയും എല്ലാം തന്നെ യാത്ര പറഞ്ഞ് മാംസങ്ങളുടെ വീട്ടിൽ നിന്ന് തിരികെ പോവുകയാണ്. അവരെല്ലാവരും പെട്ടെന്ന് തന്നെ മടങ്ങുന്നതിലുള്ള വിഷമം ഗ്രേസി ആൻറ്റി പങ്കുവെക്കുമ്പോൾ രോഹിത് ഇങ്ങനെ പറയുന്നുണ്ട്, ആൻറ്റിയും അങ്കിളും രവിതിക്കുട്ടിയും കൂടി ഒരു ദിവസം വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണം. ഈസം ആൻറ്റി, അതിന് ഞങ്ങളിനി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അലീന അവിടെ ഉണ്ടാവുമോ? അലീനയാകട്ടെ ഇപ്പോൾ അവരോട് മാമച്ചനങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. അന്നേരമാണ് രവിതിക്കുട്ടി അവിടെയും കാണുന്നില്ലല്ലോ എന്ന് അവർ ശ്രദ്ധിക്കുന്നത്. രേവതി അന്വേഷിക്കുമ്പോൾ അലീന എന്നെ മറുപടി പറയുന്നുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ചിറങ്ങുന്നതിൻ്റെ വിഷമമായിരിക്കും അവൾക്ക്. അതിനെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇനി ഇങ്ങോട്ടേക്ക് വരാമല്ലോ എന്ന് മാംസനങ്ങൾ പറയുമ്പോൾ മറുപടിയെ കൃഷ്ണമോട്, അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പിന്നെ ആര് കൊണ്ടുവരാനാ? ഇതിനുള്ള മറുപടിയെ രോഹിത്ത്, അലീന ചേച്ചിയുള്ള ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ആകെ മടിയായിരുന്നു അങ്കിളിനെ ആദ്യമൊക്കെ ഫേസ് ചെയ്യാനായിട്ട്. എന്നെ എങ്ങനെ കാണും എന്നൊന്നും എനിക്കറിയില്ലല്ലോ. പക്ഷെ തിരിച്ചു പോകുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവീട്ടിൽ നിന്ന് പോകുന്ന പോലെയുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ഗ്രേസി എനിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ഞങ്ങളുടെ മക്കളുടെ സ്ഥാനത്ത് നിങ്ങളൊക്കെ ഉള്ളപ്പോഴാണല്ലോ ഇത്രയും കാലം വളരെയധികം വിഷമിച്ച് ഒരു സന്തോഷവുമില്ലാതെ ജീവിച്ചത്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് രോഹിത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കാറിൻ്റെ ചാവി കയ്യിലെങ്ങും കാണുന്നില്ല. മുകളിൽ റൂമിലായിരിക്കും, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് രോഹിത് മുകളിലേക്ക് കയറി പോകുന്നു. ഈ സമയം രോഹിത്തിനെ രവിതിക്കുട്ടി വിളിക്കുന്നുണ്ട്. ഇത് എങ്ങോട്ടേക്കാണ് ഓടിക്കയറി പോകുന്നത്? റൂമിലേക്കാന്ന രോഹിത്തിൻ്റെ മറുപടി. ഇത് കേട്ടപാടെ രേവതി കയ്യിലുണ്ടായിരുന്ന താക്കോല് രോഹിത്തിനെ കാണിക്കുന്നു. അപ്പോൾ നീ കീ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നല്ലേ? മറുപടി രേവതി, ഇത് ആ റൂമിലെ ടേബിളിൽ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ എടുത്തു വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അന്വേഷിച്ചു വരുന്നതുവരെ നീ വെയിറ്റ് ചെയ്യിക്കായിരുന്നോ? അതേന്ന് തന്നെ രേവതി പറയുന്നു. താക്കോലിനായി കൈ നീട്ടുന്ന രോഹിത്തിനെ ചെറുതായി ഒന്ന് പറ്റിച്ച് താക്കോൽ കൊടുക്കാൻ മടിക്കുകയാണ് രേവതി. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇയാൾ വളരെ മോഷ്ടനാന്നാ. എന്താ ഇപ്പോൾ ആ വിചാരം മാറിയെന്നാ രോഹിത് ചോദിക്കുന്നത്. മാറി മാത്രമല്ല, അലീന ചേച്ചിക്ക് പറ്റിയൊരു ആങ്ങളതിനായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് രോഹിത്തും രവിതിക്കുട്ടിയും കൂടി താഴേക്ക് പോകുന്നു. താഴെ എത്തിയ ശേഷം അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് പിന്നീട് ഒരിക്കൽ എത്രയും പെട്ടെന്ന് തന്നെ തിരികെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ മറ്റൊരിടത്ത് ഗോവർദ്ധനും ബാലചന്ദ്രനും കൂടി സ്റ്റാൻലിയെ തേടിയുള്ള യാത്രയിലാണ്. വളരെ പയ്യെ പോയാൽ മതി, ഒരു ധൃതിയുമില്ലെന്ന ബാലൻ ഗോവർദ്ധനോട് പറയുന്നത്. ഇപ്പോൾ തന്നെ ലൊക്കേഷനിൽ കാണിച്ച വഴി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വഴി തെറ്റുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. എന്തായാലും ഇനി ആരോടെങ്കിലും വഴി ചോദിച്ച് യാത്രയാക്കാമെന്ന് ബാലൻ പറഞ്ഞത് കേട്ട് ഗോവർദ്ധൻ പുറത്ത് ആരോടെങ്കിലും വഴി ചോദിക്കാനായി കാറിന്റെ വെളിയിൽ ഇറങ്ങുന്നു. അങ്ങനെ അടുത്ത് കണ്ടൊരു ചായക്കടയിൽ സ്റ്റാൻലിയെ പറ്റി തിരക്കുമ്പോൾ അത്ര നല്ല വിവരമല്ല അയാൾ വഴി ബാലൻ അറിയുന്നത്. സാധാരണ ആളുകൾ ഒന്നടുത്ത് ഇടപഴകാൻ കൂടി മടിക്കുന്ന വളരെ കർക്കശക്കാരനും ക്രൂരനുമായ ഒരു പട്ടാളക്കാരൻ. അയാളുടെ ആകെയുള്ള കൂട്ടാകട്ടെ കുറെ നായ്ക്കളും. രാവിലെ ഒരു വണ്ടി നിറയെ പട്ടികളുമായി അയാൾ ഈ കടയുടെ ഫ്രണ്ടിൽ കൂടി പോകുന്ന ആ കടക്കാരൻ ഇപ്പോൾ ബാലനോട് പറയുന്നത്. ഇതെല്ലാം കേൾക്കുന്ന ഗോവർദ്ധൻ ചെറുതായി ഒന്ന് ഭയന്ന്, ബാലേട്ടാ നമുക്ക് ശരിക്കും അവിടേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു. മറുപടിയായി ബാലൻ, അതിന് നമ്മൾ അയാളുടെ ശത്രുക്കളല്ലല്ലോ. എനിക്കെന്തായാലും അയാൾ പറഞ്ഞ വഴി മനസ്സിലായിട്ടില്ലേ? വേണേ ഒന്നുകൂടെ ചോദിച്ചു വെച്ചോ. തെറ്റാതെ അങ്ങോട്ടേക്ക് പോകണ്ടേന്നാണ് ബാലൻ പറയുന്നത്. ഈ സമയം മറ്റൊരിടത്താകട്ടെ രോഹിത്തും ബബിതയും കൃഷ്ണയും അലീനയും കൂടെ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. രോഹിത്ത് അവരോടെ പറയുന്നുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോണം, പാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക എന്നാ രോഹിത്ത് പറയുന്നത്. ഇത് കേൾക്കുന്ന ബബിത, എനിക്ക് ഒരാവശ്യമുണ്ട്. എന്താന്ന് രോഹിത്ത് ചോദിക്കുമ്പോൾ, നമുക്ക് നേരെ മൂന്നാറിലേക്ക് വിട്ടാലോ? ഇത് കേൾക്കുന്ന കൃഷ്ണ, അപ്പോൾ ചേച്ചിക്ക് ആനുവൽ എക്സാം ഒന്നും എഴുതണ്ടേ? എങ്കിൽ പിന്നെ വാഗമണിലേക്കാവുമെന്നാണ് ബബിതയുടെ മറുപടി. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന അലീന, നമുക്ക് ആദ്യം അച്ഛനെ വിളിച്ച് അച്ഛൻ എവിടം വരെ ആയെന്ന് ചോദിക്കാം, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അങ്ങനെ കൃഷ്ണ അച്ഛനെ വിളിക്കുന്നു. അച്ഛനെ വിളിച്ച പാടെ അവർക്ക് മൂന്നാറിലേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ടെന്നുള്ള രീതിയിൽ കൃഷ്ണ പറയുമ്പോൾ, ഇവിടെ ബാലൻ, അടുത്ത ആഴ്ച എക്സാം തുടങ്ങല്ലേ, എല്ലാവരും വേഗം തന്നെ വീട്ടിലേക്ക് ചെല്ല്. ഇത് കേട്ടപാടെ രോഹിത് നേരെ വീട്ടിലേക്ക് വണ്ടി വിടുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തിച്ചേരുന്നു. വീട്ടിലെത്തിയെങ്കിലും അവരെല്ലാവരും വളരെ അസ്വസ്ഥരാണ്. വീണ്ടും പ്രശ്നങ്ങൾക്ക് നടുവിൽ എത്തിച്ചേർന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും തന്നെ. അതുകൂടാതെ അലീനയെ എത്രയും പെട്ടെന്ന് തന്നെ വിട്ടുപിരിയേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമവും അവർക്കുണ്ട്. കാണുന്ന രോഹിത്ത്, ആഹാ ഇവിടെ എത്തിയ പാടെ എല്ലാവരും മൂഡ് ഓഫ് ആയെന്ന് ചോദിക്കുന്നു. മറുപടി കൃഷ്ണ, അത് വീണ്ടും ഈ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് എത്തുമ്പോൾ ആരായാലും അങ്ങനെ ആകില്ലെന്ന് തിരിച്ചു പറയുന്നു. എന്തായാലും എല്ലാവർക്കും ഓരോ ചായ എടുക്കാമെന്നും പറഞ്ഞ് അലീന അകത്തേക്ക് പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അലീന പറയുന്നുണ്ട്, നമ്മളിവിടെ എത്തിയ വിവരം ഞാൻ രേവതിയും കൂടെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.